കൃഷ്ണകോട്ടയിൽ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവരും സ്വന്തം ഗൈസ്. ഇന്നത്തെ വീഡിയോക്കാണ് നമ്മൾ നോക്കാൻ പോണത്. നിങ്ങൾ തമ്മിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ട് നമ്മുടെ 390 നമ്മൾ റോഡിലോട്ട് ഇറക്കാൻ പോകണം കേട്ടോ. ഏകദേശം 1 മാസം ആകുമ്പോൾ ഇനി ഒരു 10 ദിവസം കൂടെ കഴിഞ്ഞാൽ 1 മാസം ആകും കേട്ടോ. നമ്മുടെ 390 ഒതുങ്ങിയിരിക്കാൻ തുടങ്ങിയിട്ട് ഇൻഷുറൻസ് ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് വണ്ടി എടുത്ത് നേരെ ഒതുക്കി വെച്ചില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അപ്പോഴേ ഇവിടെ തുണ്ടോട്ടത്തിനെങ്കിലും എടുത്തുകൊണ്ട് പോകും. അതുകൊണ്ടാണ് വണ്ടി എടുത്ത് നേരെ പാഴ്സലാക്കി സൈഡിൽ കൊണ്ടുവച്ച് കേട്ടോ. അപ്പം അങ്ങനെ അതിൻ്റെ ഒരു വീഡിയോ എന്തെങ്കിലും നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ വണ്ടി ഇതുകൊണ്ടിരിക്കുന്നു കണ്ട മൂടി ഇതിൻ്റെ ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട്. ഈ കുറേ നാളായിട്ട് ഇങ്ങനെ അതായത് കുളിച്ചിട്ടും ബാത്റൂമിലൊക്കെ പോയിട്ട് ഇങ്ങനെ വരുമ്പം വിചാരിക്കും ഇപ്പം ഇറക്കാമെന്ന്. അങ്ങനെ പൈസ എന്തെങ്കിലും സെറ്റായി 10-ാം തീയതിക്ക് മുമ്പ് ഇറക്കണമെന്ന് പ്ലാൻ ചെയ്തിരുന്നതാണ്. പൈസ എന്തെങ്കിലും സെറ്റായി നമ്മുടെ വണ്ടി എന്തെങ്കിലും ഇറക്കാൻ പോകട്ടോ. ഇൻഷുറൻസ് നമ്മൾ ഇന്ന് തന്നെ എടുക്കും. ഓക്കെ 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 കണ്ട വണ്ടി പൊടിയടിച്ചൊക്കെ ഇരിക്കുന്നു. ഇപ്പം എന്തെങ്കിലും കഴിയും നമുക്ക് സെറ്റപ്പ് ആക്കാൻ. അതിന് മുമ്പിട്ട് അവിടെ ഇരുന്നു. അപ്പോൾ എന്തായാലും അതിന് മുമ്പായിട്ട് നമുക്ക് എന്തായാലും വണ്ടി സ്റ്റാർട്ടാക്കാം. ഇതിനിടയിൽ 2 പ്രാവശ്യം സ്റ്റാർട്ട് ചെയ്ത് വെച്ചോട്ടെ. ഏകദേശം 20 ദിവസത്തിനിടയിൽ 2 പ്രാവശ്യം സ്റ്റാർട്ട് ചെയ്താൽ ഒരിക്കൽ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരിക്കൽ അല്ലാതെ ചെയ്ത കേട്ടോ. അതാണ് സെറ്റപ്പ്. അപ്പോൾ എന്തായാലും നമുക്ക് ചാവി എടുത്തിട്ടുണ്ട്. അതാണ് സെറ്റപ്പ്. അപ്പോൾ എന്തായാലും അതിന് മുമ്പായിട്ട് നമുക്ക് എന്തെങ്കിലും ചാവി എടുക്കാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ഈ ഒരു ചെറിയൊരു വീഡിയോ പോകുന്നുണ്ട്. നമ്മുടെ ചരിത്ര സബ്സ്ക്രൈബ് ചെയ്യാത്ത ബെല്ലേക്കൊന്ന് ഇട്ടിരിക്കുക. അപ്പോൾ തന്നെ നമ്മൾ നോട്ടിഫിക്കേഷൻ എത്തിച്ചു തരുന്നതാണ്. ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് ചാവി എടുത്തുകൊണ്ട് വണ്ടി സെറ്റാക്കാം. അതിന് മുമ്പായിട്ട് ചെറിയൊരു പരിപാടിയോടെ ഉണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞത് എന്താണെന്ന് ചാവി തന്നിരിക്കുന്നു. ചാവി എടുത്ത് പിന്നെ ഇൻഷുറൻസ് പേപ്പർ കാര്യങ്ങളൊക്കെ പഴയ പേപ്പറൊക്കെ എടുത്ത് ഫുള്ള് സെറ്റാക്കി വെച്ചിട്ട് അതിന് മുമ്പായിട്ട് ചെറിയൊരു പരിപാടി ഉണ്ട് കേട്ടോ. അതായത് ബാക്കിയെല്ലാം ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ബാക്കി ഇൻഷുറൻസിൻ്റെ ബാക്കി ഫുള്ള് സെറ്റാക്കി വെച്ചാട്ടോ. ഇൻഷുറൻസ് ഇതുവരെ എടുത്തില്ല. എമൗണ്ട് ലാസ്റ്റ് അടയ്ക്കാൻ വേണ്ടിയിട്ടുള്ള കാണിക്കുന്നത് കണ്ടോ 3293 കേട്ടോ. ഓക്കെ IDB വാല്യൂ വന്നിട്ട് 1,00,000 സംതിങ് എന്തുകൊണ്ടാണ് IDB വാല്യൂ വന്നിട്ട് 1,22,000. അതാണ് ഇപ്പോൾ സെറ്റാവും. ഇപ്പം ശരിയായി തരാം പൈസ. അടുത്ത പേയ്മെൻറ്റ് സെക്ഷൻ വന്ന കേട്ടോ. അതായത് ഇത് പേയ്മെൻറ്റ് നമ്മൾ ചെയ്യാനുള്ള ലാസ്റ്റ് സെക്ഷനാണ്. നമ്മൾ അക്കൗണ്ട് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ അതായത് ഇങ്ങനെ എങ്ങനെയാണ് എടുക്കണമെന്നുള്ളത് വേറെ ചാനലുകളിലൊക്കെ ഉണ്ട്. എന്നാലും ഞാൻ ജസ്റ്റ് അതൊന്നും കാണിക്കുന്നില്ല. ജസ്റ്റ് നമ്മുടെ സെറ്റപ്പ് ചെയ്യാൻ പോകണം കേട്ടോ. അടുത്ത പാസ്വേഡ് അടിക്കാനുള്ള എന്നാൽ പേയ്മെൻറ്റ് സെറ്റാവും. നമ്മുടെ ഇമെയിലോട്ട് അവർ PDF ആയിട്ട് അയച്ചു തരും കേട്ടോ. നമ്മളത് കളർ പ്രിൻ്റ് എടുത്ത് വെച്ചിരുന്നാൽ മതി. ഇപ്പോൾ എന്തെങ്കിലും വേറെ സീനൊന്നുമില്ല. എന്തെങ്കിലും ചെയ്യാൻ പോകണം. പാസ്വേഡ് അടിക്കട്ടാ. ദിവസമാണ് നമ്മൾ പോളിസി എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞ് മെസ്സേജൊക്കെ വന്നു കേട്ടോ. ഓക്കെ മെസ്സേജും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അടുത്തിന് ഇമെയിൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പക്ഷേ നമ്മളങ്ങനെ നമ്മുടെ ഇമെയിലിനകത്ത് അവർ PDF ഫയലായിട്ടൊക്കെ അയച്ചു തന്നിട്ടുണ്ട് കേട്ടോ. അതിന് രണ്ട് ഇവിടെ ഒരു PDF ഫയൽ ക്ലിക്ക് ചെയ്ത് നമുക്കറിയാൻ പറ്റും. ഇതിനകത്ത് ഫുള്ള് ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ അപ്പോൾ ഇത് കളർ PDF ആണ് അയച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ അതെന്തായാലും നമുക്കിനി പ്രിൻ്റ് എടുക്കാം കേട്ടോ. ഇതാണ് ഇതിൻ്റെ സെറ്റപ്പ്. പിന്നെ IDB വാല്യൂ വന്നിട്ട് 1,00,000 IDB വാല്യൂ വന്നിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. 1,22,500 നിങ്ങൾക്ക് എത്രത്തോളം കാണണമെന്ന് എനിക്കറിയാൻ പാടില്ല. ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ഇൻഷുറൻസ് കാര്യങ്ങളെല്ലാം എടുത്ത് സെറ്റാക്കി ഇനി എന്തായാലും നമുക്ക് വണ്ടി ഒന്ന് എടുക്കാം. അതാണ് സെറ്റപ്പ്. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് വണ്ടി റോഡിലോട്ട് ഇറക്കാം. ഓക്കെ വണ്ടി ഓണായിക്ക് വന്നിട്ടുണ്ട്. ഓക്കെ അമ്മി ഇച്ചിരി ഡാർക്കാണ് കേട്ടോ. കഴിച്ചങ്ങനെ നമ്മൾ വണ്ടി ഇറക്കി ഇവിടെ വെച്ചേട്ടാ. ഓ അതിനിടയിൽ ഒരു കോള്. അപ്പോൾ എന്തായാലും വണ്ടി ഇറക്കി ഫുള്ള് സെറ്റാക്കി വെച്ച് ഇനി വണ്ടി ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ടാക്കി ഇവിടെ വയ്ക്കുക. എന്നിട്ട് വണ്ടി കഴുകിയിട്ട് നമുക്കൊരു കല്യാണത്തിന് പോകണം കേട്ടോ. ഒരു കല്യാണത്തിന് എന്തായാലും ഞാൻ പോയിട്ട് വന്നിട്ട് എന്തായാലും വണ്ടി കഴുകണത്. പിന്നെ അതിനുശേഷം എന്തായാലും ഒരു ഫ്രണ്ടിൻ്റെ ഒരു കല്യാണം ഉണ്ട്. അപ്പോൾ അതിന് എന്തായാലും പോയിട്ട് തിരിച്ച് വന്നിട്ട് നമുക്ക് വണ്ടി എടുത്തുകൊണ്ട് എവിടെയെങ്കിലും ഒരു പോയിട്ട് വീഡിയോ അവസാനിപ്പിക്കാം കേട്ടോ. ഇത്രയൊക്കെയുള്ള വീഡിയോ എന്തായാലും സെറ്റപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു സ്പോട്ടിൽ പോകാം. വണ്ടി കുറേ നാളായിട്ട് ഏകദേശം 1 മാസം വരെ വണ്ടി ഓടക്കില്ല. അപ്പോൾ എന്തായാലും വണ്ടി എന്തായാലും കൊണ്ടുവന്ന് ഒന്ന് ഓടിച്ച് സെറ്റാക്കണം കേട്ടോ. ആഗ്രഹം തീർക്കണം. ജസ്റ്റ് ഒന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ഫസ്റ്റ് അടി തന്നെ സ്റ്റാർട്ട് ആവുന്നുണ്ട്. ഉടനെ തന്നെ അടുത്ത ടയർ മാറണം. കുറേ പണിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പിന്നെ ഇപ്പം പെട്രോളിൻ്റെ വില ഏകദേശം 116 17 എന്തൊക്കെ ആയെന്ന് തോന്നുന്നു. ഇപ്പോഴത്തെ പെട്രോൾ
ഇപ്പോഴത്തെ പെട്രോൾ വിലയ്ക്ക് ഇങ്ങനെ ഇത് മെയിൻറ്റെയിൻ ചെയ്യുമെന്ന് എനിക്കറിയാൻ പാടില്ല കേട്ടോ. ഞാൻ ഇങ്ങനെ കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെയൊക്കെ പോകും. പിന്നെ ഈ വണ്ടിയും വെച്ചുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെ അതായത് ഇങ്ങനെ പറയണ വേറെ ഒന്നുമില്ല കേട്ടോ. യൂട്യൂബിൽ നിന്നൊക്കെ എനിക്ക് പറഞ്ഞ റവന്യൂ വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം $100 to $150. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ അത് എത്ര കിട്ടുമെന്നുള്ളത്. ഞാൻ അത്ര ഇതിനകത്തുള്ള ഒരു എമൗണ്ടാണ് എനിക്ക് കിട്ടുന്നത്. അപ്പം അതും പോയിട്ട് ഫിനാൻസിന് അതായത് ഇതിൻ്റെ ഫിനാൻസ് എമൗണ്ട് ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് 2 വണ്ടിയുടെ മെയിൻ്റനൻസ്. ഇതാണ് എൻ്റെ സെറ്റപ്പ്. പിന്നെ എൻ്റെ കച്ചറ വണ്ടിയുടെ പെട്രോൾ ബൈ കാര്യങ്ങൾ അങ്ങനെ സെറ്റപ്പ് കേട്ടോ. അപ്പോൾ ഇതാണ് സെറ്റപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പം അതുകൊണ്ടൊക്കെയാണ് കേട്ടോ നമ്മളിങ്ങനെ അതായത് ഒരുമാതിരി പറയണം ഇങ്ങനെ അതായത് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമോ എന്നൊന്നും അറിയാൻ പാടില്ല. അങ്ങനെ ഇങ്ങനെ പറയണത്. പിന്നെ ഇച്ചിരി കൂടെ നൈസായിട്ട് പോയിരുന്നു. ഈ വണ്ടിയുടെ ഫിനാൻസ് എന്തെങ്കിലും ക്ലോസ് ആയിരുന്നു. അത് ഇനി ഒരു 6 മാസം കൂടെ ഉണ്ട് കേട്ടോ. കുറച്ച് പ്രശ്നവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നമ്മുടെ ചാനലിൽ നേരത്തെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കുറച്ച് പ്രശ്നമായിട്ടൊക്കെ കിടക്കണം എൻ്റെ ഈ EMIയുടെ സെറ്റപ്പ്. അതാണ്. അപ്പോൾ എന്തായാലും EMI എടുത്ത് പ്ലിങ് ആയിരിക്കുകയാണ്. അപ്പോൾ അതാണ് സെറ്റപ്പ് വണ്ടിയുടെ. അപ്പം ഇത് എന്തായാലും ജസ്റ്റ് ഒന്ന് വണ്ടി എടുക്കാത്തതുകൊണ്ട് സൈലൻസറിൻ്റെ ഭാഗത്തു നിന്നൊക്കെ കരിയൊക്കെ പിടിച്ചിരിക്കുന്ന പുകയായിട്ട് വെളി തള്ളി പോകുന്നുണ്ട് കേട്ടോ. കുറേ ദിവസമായിട്ട് ഇപ്പം 5-6 ദിവസമായിട്ട് വണ്ടി എടുക്കുന്നില്ല. ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് കണ്ട പക്ഷേ കുറച്ച് നേരം ഒന്ന് സ്റ്റാർട്ടായി നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഈ പുക തള്ളല് ആ സെറ്റപ്പ് ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു. വണ്ടി എന്തായാലും ഒന്ന് കഴുകി സെറ്റപ്പായിട്ട് ഒന്ന് കുളിച്ചിട്ട് പെട്ടെന്ന് പോകണം. കല്യാണത്തിന് പോകണം കേട്ടോ. അതാണ് സെറ്റപ്പ്. ഇത്തിരി തിരക്കായിരുന്നു. അപ്പം നമുക്ക് എന്തായാലും നേരെ വേറെ ഒന്നും പറയാമല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് പോയിട്ട് വന്നിട്ട് കാണാം. ഓക്കെ. പക്ഷേ അങ്ങനെ അടുത്ത ദിവസം രാവിലെയാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം കല്യാണത്തിനൊക്കെ പോയിട്ട് വന്നപ്പം ഫുള്ള് മഴ പ്ലിങ് അവസ്ഥയായിരുന്നു കേട്ടോ. അപ്പം 3 മണിയായപ്പോൾ അതിന് ശേഷം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ. അങ്ങനെ വണ്ടി നമ്മളെന്തായാലും ഷെയ്ഡിൻ്റെ അടിയിലൂടെ കയറ്റി ഒതുക്കി വെച്ചിട്ട് ഇപ്പോൾ കൊടുന്ന് റെസ്റ്റൊക്കെ എടുത്തേട്ടാ. അതാണ് സെറ്റപ്പ്. അപ്പോൾ എന്തായാലും ഇന്ന് രാവിലെ എന്തായാലും ഇനി വണ്ടി എടുത്തോണ്ട് ഇനി പമ്പിൽ പോകണം കേട്ടോ. ലോ ഫ്യൂവൽ വണ്ടി. അപ്പോൾ എന്തായാലും അതൊന്ന് സെറ്റാക്കണം. അതാണ് വണ്ടിയുടെ പരിപാടി വെച്ചിട്ടുണ്ടെങ്കിൽ. ഓക്കെ കണ്ടോ. ഓൾ സെറ്റാക്കണം. നമ്മുടെ V3 കണ്ടിരിക്കുന്നു. അപ്പോൾ എന്തായാലും നേരെ പമ്പിൽ പോയിട്ട് കാണാം കേട്ടോ. പൈസ നമ്മൾ പമ്പിലെത്തി കേട്ടോ. പെട്രോളിന് എത്രയാണെന്നൊന്നും അറിയാൻ പാടില്ല. എൻ്റെ അമ്പത് ഇപ്പോഴത്തെ വില വന്നിട്ട് $122. എൻ്റെ അമ്പോ. പെട്രോളിന് എത്ര? 117. മറ്റേ പ്രീമിയം ആണത് 550. അമ്പോ ഞാൻ എങ്ങനെ വണ്ടി ഓടിക്കും? അങ്ങനെ ഓക്കെ ആയിട്ടുണ്ടേ. 10:35 കറക്റ്റോ? പൈസ അപ്പോൾ എന്തായാലും പെട്രോൾ അടിച്ചേട്ടോ. എന്തായാലും 4 കട്ട വന്ന് 5 കട്ട വന്നു കേട്ടോ. പൈസ അങ്ങനെ പമ്പിൽ നിന്ന് പെട്രോൾ അടിച്ചിട്ട് വന്നു കേട്ടോ. എൻ്റെ മോനെ പൊളി. താറാക്കുട്ടീസ് പൈസ അടിയുള്ളൂ കേട്ടോ. പക്ഷേ അത് ഈ പെട്രോളിൻ്റെ വിലയാണ് സീന്. 117 രൂപ 60 എത്ര പൈസ അങ്ങനെ എന്തുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഹാൻഡിലൊന്ന് ഫ്രണ്ട് എന്തോ നമ്പർ പ്ലേറ്റ് ആണെന്ന് തോന്നുന്നു. വൈബ്രേറ്റ് ചെയ്യണം കേട്ടോ. ഗൈസ് 5 കട്ട അവിടെ പമ്പിൻ്റെ അവിടെ നിന്ന് 5 കട്ട കാണിച്ചാൽ ചുമ്മാണ് കേട്ടോ. 4 കട്ട ആയതേ ഉള്ളൂ എൻ്റെ മോനെ. നേരത്തെ അല്ലെങ്കിൽ 550 രൂപയ്ക്കൊക്കെ അടിക്കുമ്പം 5 കട്ട കാണിക്കണതാണ്. ഇപ്പോൾ 4.60 എത്രയോ ലിറ്റർ, 5 ലിറ്റർ തികഞ്ഞില്ല. എന്താ അല്ലേ പെട്രോളിൻ്റെ വില ഏത് വാക്ക പോകണമെന്നൊരു പിടിയുമില്ല. എന്തായാലും പോട്ടല്ലേ. പക്ഷെ നമുക്കൊന്നും ചെയ്യാൻ പറ്റണല്ലോ. എന്ത് ചെയ്യാൻ പറ്റും? പക്ഷെ ആരും പ്രതികരിക്കണില്ല. എന്നാൽ കൂടെ സപ്പോർട്ട് ചെയ്യായിരുന്നു. മോട്ടോ വ്ളോഗൊക്കെ ചെയ്യണം അവസ്ഥ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ പ്ലാൻ ചെയ്ത് ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു ലെഷർ റൈഡ് അടിച്ചാലോ എന്ന്. പിന്നെ നമ്മുടെ വണ്ടികൾക്ക് ഞാൻ കഴിഞ്ഞ 1-2 വീഡിയോയ്ക്ക് മുമ്പേ V3 കൊണ്ട് ഒരു ലെഷർ റൈഡ് അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ എന്തായാലും ഈ മെയിൻ റോഡിൽ നിൽക്കണില്ല. ഞാൻ ഒരു മിനിറ്റ് മെയിൻ റോഡിൽ നിൽക്കണില്ല കേട്ടോ. കാര്യം കൈ കൊടുക്കാൻ തോന്നും. അതാണ്
കുറേ ദിവസത്തിന് ശേഷം വണ്ടി കൈ കിട്ടിയല്ലേ. നമ്മുടെ വണ്ടികൾക്ക് പേര് ഇടുന്ന സെറ്റപ്പ് ഞാൻ ലെഷർ റൈഡ് V3 അടിച്ചപ്പം അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറേ പേര് ഫണ്ണായിട്ടൊക്കെ ശശി, സോമൻ, ശശാങ്കരൻ എന്നൊക്കെ പറഞ്ഞ് പേരുകളൊക്കെ പറഞ്ഞ്. അപ്പം പക്ഷേ അതൊന്നുമല്ല, നമ്മൾ കുറേ പേര് ഇങ്ങനെ നോക്കി വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് എന്തായാലും പേര് എന്തായാലും സെലക്ട് ചെയ്യും. ഒരു വീഡിയോയ്ക്കകത്ത് നമുക്ക് എന്തായാലും അത് പറയും കേട്ടോ. പിന്നെ എന്തായാലും വണ്ടിക്കകത്ത് എവിടെയെങ്കിലും ആ പേര് പഠിക്കും കേട്ടോ. അതാണ് സെറ്റപ്പ്. പിന്നെ നമ്മളടുത്ത ഇൻഷുറൻസ് വന്നിട്ട് ഫുൾ കവറാണ് കേട്ടോ. അത് ബമ്പർ ടു ബമ്പർ V3 ഇത് ബൈക്ക് V3 ബൈക്കുകൾക്കില്ല എന്നാണ് തോന്നണേ. അപ്പം അതിനെക്കുറിച്ച് എന്തായാലും അറിയാൻ പാടില്ല. പക്ഷെ നമ്മളടുത്ത ഫുൾ ഇൻഷുറൻസ് ആണ് കേട്ടോ. ഫുൾ ഇൻഷുറൻസ് ബമ്പർ ടു ബമ്പർ എന്ന് പറഞ്ഞാൽ വേറെ ഇല്ലേ, അങ്ങനെ എന്തുണ്ടാണ്. അപ്പം എന്തായാലും നമ്മൾ ഫുൾ ഇൻഷുറൻസ് ആണ് എടുത്തത്. അതിനെക്കുറിച്ച് എന്തായാലും അറിയാൻ പാടില്ല. പൈസ അങ്ങനെ ഇന്നത്തെ വീഡിയോക്ക് തീരുമാനം എടുത്തു കേട്ടോ. അതായത് നമ്മളെന്തായാലും ഇന്ന് ലെഷർ റൈഡ് അടിക്കില്ല. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് അതെന്തായാലും ചെയ്യാം കേട്ടോ. ഈ വീഡിയോക്കകത്ത് എന്തായാലും നമ്മൾ ചെയ്യണില്ല. ഈ വീഡിയോക്കകത്ത് ജസ്റ്റ് ഒന്ന് എന്തായാലും നമ്മളെപ്പോഴും വല്ലപ്പോഴൊക്കെ വീഡിയോ എടുക്കാൻ പോണ വലിയകുളത്തിൻ്റെ കരയിൽ പോകാം കേട്ടോ. ഗൈസ് പിന്നെ അടുത്ത സർവീസ് വണ്ടി എന്തായാലും ചെയ്യണം കേട്ടോ. വണ്ടി ചെയ്യാൻ സമയമായി. ഏകദേശം ഇനി ഒരു 1000 കിലോമീറ്ററിനകത്തേ ഉള്ളൂ എന്ന് തോന്നുന്നു അടുത്ത സർവീസ് ചെയ്യാനുള്ളത്. അപ്പോൾ എന്തായാലും നമ്മൾ ഉടനെ തന്നെ ചെയ്യാനുള്ള പ്ലാനാണ്. അപ്പോൾ ഇത് ഒന്നുകിൽ ആറ്റിങ്ങിലല്ലാന്നുണ്ടെങ്കിൽ കൊല്ലം ഷോറൂമിൽ, ഈ 2 ഷോറൂമുകളിൽ ചെയ്യാനുള്ള പരിപാടിയാണ് കേട്ടോ. 2 ഷോറൂമിൽ എവിടെയെങ്കിലും. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഷോറൂം കൊള്ളാമെന്നുള്ളത്. ഷോറൂമല്ല, സർവീസ് സെൻറ്റർ, സോറി. അപ്പോൾ അവിടെ കൊടുത്ത് പണി ചെയ്യാനുള്ള പരിപാടിയാണ്. പണി മീൻസ് സർവീസ് ചെയ്യാനുള്ള പരിപാടിയാണ്. പിന്നെ പലരും ചോദിക്കുന്നുണ്ട് വണ്ടി പെട്ടെന്ന് കേലാക്ക് എന്തായാലും കേലാക്കണുണ്ട്. ഉടനെ മീൻസ് എന്തായാലും ഞാൻ വെറുതെ കള്ളം പറയണില്ല. എന്തായാലും V3 ഫിനാൻസിൻ്റെ കേസ് അതിൻ്റെ കാര്യം ഒന്ന് തീരുമാനമാവട്ടെ. എന്നിട്ട് അപ്പം ബാക്കി നമുക്കത് ഫണ്ട് മാറ്റി വയ്ക്കാനുള്ള ഒരു സെറ്റപ്പ് കിട്ടും കേട്ടോ. നേരത്തെ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ വണ്ടി എടുത്ത സമയത്ത് ഏകദേശം 1 വർഷത്തോളം ആകുമ്പോഴാണ് ഈ വണ്ടി എടുത്തിട്ട് എടുത്ത സമയത്ത് എന്നോട് അവിടെ നിന്നുള്ള ഒരു ഏജൻസിക്കാർ പറഞ്ഞാണ്, നിനക്ക് ആ വണ്ടി 15,000 കിലോമീറ്റർ, അപ്പോഴും 15,000 ടാക്സ് എമൗണ്ട് കുറവായിരുന്നു. പെട്ടെന്ന് ഈയിടയ്ക്ക് 1 വർഷത്തിനകത്തല്ലേ മറ്റേ ടാക്സ് എമൗണ്ടൊക്കെ ഭയങ്കരമായിട്ട് കൂടിയത്. അപ്പം മൊത്തത്തിൽ പ്ലിങ്ങായിപ്പോയി കേട്ടോ. അതിന് മുമ്പേ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് 15,000 കിലോമീറ്ററിനകത്ത് വണ്ടി മാറ്റി സെറ്റാക്കായിരുന്നു. അതാണ് പരിപാടി. പക്ഷേ ഇപ്പം 25,000 രൂപയായി. അതാണ് ഒരു സീൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം 25,000 രൂപ റേഞ്ച് എന്തോ ആകും കേട്ടോ, നമ്മൾ ലോക്കിട്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ഉടനെ എന്തായാലും നമുക്ക് സെറ്റാക്കാം. പൈസങ്ങനെ നമ്മൾ വലിയകുളത്തിൻ്റെ കാര്യം എത്തി കേട്ടോ. ഇവിടെ വന്ന് കുറച്ച് നേരം ഇരുന്നിട്ട് ആൾക്കാരൊക്കെ ചൂണ്ടയിടാൻ വേണ്ടിയിട്ട് നിൽക്കുന്നു. നമ്മളെപ്പോഴും വന്ന് നിൽക്കുന്ന സ്പോട്ടിൽ എന്തായാലും വരാം. പിന്നെ ഇപ്പം റെക്കോർഡ് ചെയ്യുന്ന വീഡിയോകളൊക്കെ എന്തായാലും റെക്കോർഡ് ആവണോ എന്തിനാണെന്നൊന്നും അറിയാൻ പാടില്ല കേട്ടോ. എൻ്റെ മോനെ വണ്ടിയിൽ ബാക്ക് ഫുള്ള് ചെളിയായിട്ടിരിക്കുന്നു. എന്തായാലും വീട്ടിൽ ചെന്നിട്ട് കഴുകണം കേട്ടോ. ഇന്നലെ കഴിയില്ല. ഇന്നലെ വീട്ടിൽ പൈപ്പിൽ വെള്ളമില്ലായിരുന്നു. ഞാൻ വണ്ടി കഴുകാൻ വേണ്ടിയിട്ട് അങ്ങനെ പറഞ്ഞായിരുന്നു വീഡിയോയിൽ. പക്ഷേ ഇത് പൈപ്പിൽ വെള്ളമില്ലായിരുന്നു കേട്ടോ. അങ്ങനെ വണ്ടി എടുത്തുകൊണ്ട് പോയിട്ട് തിരിച്ചു വന്നു. മഴയും നനഞ്ഞ് മൊത്തം പ്ലിങ്ങേഷായിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് സെറ്റപ്പിൻ്റെ മോനെ പൊളിയല്ലേ. ഇപ്പം വണ്ടിക്ക് കിട്ടണം മൈലേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 26 അതിൽ കാണിക്കുന്നുണ്ട്. പക്ഷേ ഒരു 20 റേഞ്ചൊക്കെ വണ്ടിക്ക് മൈലേജ് കിട്ടണമായിരിക്കും കേട്ടോ. പിന്നെ നമ്മൾ ഈ ഒരു അതായത് 117 രൂപയ്ക്ക് അടിച്ചിട്ട് വെറും 20 കിലോമീറ്റർ. എൻ്റെ വീട്ടുകാരാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ അവർ പള്ള വിളിക്കും കേട്ടോ. ഇതാണ് സെറ്റപ്പ്. അപ്പം എന്തായാലും ഈ വണ്ടിയും കൊണ്ട് എന്തായാലും ഒരു ലെഷർ റൈഡ് അടിക്കുക എന്നുള്ള പ്ലാനായിരുന്നു. പക്ഷേ എന്തായാലും അടുത്തൊരു വീഡിയോയ്ക്കകത്ത് എന്തായാലും അത് സെറ്റാക്കാം കേട്ടോ. ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് ജസ്റ്റ് ഒരു അതായത് നമ്മുടെ ചാനൽ നമ്മളിങ്ങനെ ഫോളോ അപ്പ് ചെയ്ത് പറഞ്ഞവർക്ക് ജസ്റ്റ് ഒന്ന് ഇൻഫർമേഷൻ അല്ല എന്തോന്നും നമ്മൾ ഒന്ന് ജസ്റ്റ് നമ്മുടെ അപ്ഡേഷൻസൊക്കെ ഒന്ന് അറിയിക്കണം, അത്രേ ഉള്ളൂ കേട്ടോ. അതാണ് സെറ്റപ്പ്. അപ്പം എന്തായാലും നമ്മൾ വണ്ടി എടുത്തുകൊണ്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് പോകുമ്പോൾ കേട്ടോ. അടുത്തെന്തായാലും ഉടനെ തന്നെ ഇതിൻ്റെ റൈഡ് എന്തായാലും സെറ്റാക്കാം. പിന്നെ ഈസ്റ്ററൊക്കെ ആയതുകൊണ്ട് എന്തായാലും ഈ വണ്ടിയിൽ ഡിഫ് എന്തായാലും കുറച്ച് കയറ്റി വയ്ക്കാനുള്ള പ്ലാനാണ് കേട്ടോ. അപ്പോൾ അതെന്തായാലും ആലോചിക്കണുണ്ട്. അത് വീഡിയോ എന്തായാലും എടുക്കണില്ല, കാരണം ഇതിന് മുന്നേ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അതൊരു വീഡിയോ ആയിട്ട് എന്തായാലും കാണിക്കണില്ല. പക്ഷേ അടുത്ത വീഡിയോയ്ക്ക് അത് എന്തായാലും സെറ്റാക്കാം കേട്ടോ. അടുത്ത വീഡിയോ മീൻസ് അത് അടുത്തൊരു വീഡിയോ ആയിട്ട് സെറ്റാക്കണമെന്നുണ്ടെങ്കിൽ സെറ്റാക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളത് ജസ്റ്റ് ഒരു വീഡിയോയ്ക്ക് അത് ചുമ്മാ കാണിക്കും, അത്രേ ഉള്ളൂ. പിന്നെ ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ. കാരണം നമ്മൾ അതായത് ഞാൻ ഇടുന്ന വീഡിയോ എൻ്റെ കണ്ടൻറ്റ് ആൾക്കാർ ഇങ്ങനെ അംഗീകരിക്കും എന്നുള്ള കാര്യം എനിക്ക് എന്തായാലും അറിയാൻ പാടില്ലായിരുന്നു. പക്ഷേ വീഡിയോ ഇട്ടതിന് ശേഷം നല്ല റെസ്പോൺസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഒരുപാട് സപ്പോർട്ട്, ഒരുപാട് സന്തോഷം. നേരത്തെയൊക്കെ തെറ്റുകുറ്റങ്ങളൊക്കെ വന്നതിനൊക്കെ നമ്മളെ ക്ഷമിച്ച് നമ്മുടെ കുറ്റങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ കമൻറ്റ് രൂപത്തിൽ അറിയിച്ച് അപ്പം നമ്മൾ കുറച്ചുകൂടെ നീറ്റായി നമ്മൾ അടുത്ത വീഡിയോ ഇടുമ്പോൾ കുറച്ചുകൂടെ നമ്മൾ ശരിയായി വരും കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ സെറ്റായി.
പിന്നെ അത് കഴിഞ്ഞിട്ട് സെറ്റായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആൾക്കാരൊക്കെ അങ്ങോട്ടൊക്കെ നമ്മളിങ്ങനെ റോഡിലോട്ടൊക്കെ ആകുമ്പം നോക്കൗട്ടറില്ലേ എന്ന് പറഞ്ഞിട്ട് വന്ന് ചോദിക്കുമ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ. അതാണ് ഈ റവന്യൂ നമുക്ക് അധികം ഇല്ലെങ്കിലും നമ്മൾ ഈ ഒരു സെറ്റപ്പിൽ ഇങ്ങനെ പിടിച്ചിരിക്കണം, അതാണ്. അപ്പോൾ എന്തായാലും ഭയങ്കര സന്തോഷം കിട്ടുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം. നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം കേട്ടോ. നിങ്ങളുടെയൊക്കെ സപ്പോർട്ടിന് വമ്പൻ സന്തോഷം. അപ്പം അതൊക്കെയാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു ചെറിയൊരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോട്ടോ. എൻ്റെ മോനെ ലോറിയിൽ എൻ്റെ മോനെ പൊടിയടിച്ച് പറഞ്ഞ് നോക്കുമ്പോൾ എന്തായാലും ലോറി ഓവർടേക്ക് ചെയ്തിട്ട് വീഡിയോ അവസാനിപ്പിക്കാം. ഓക്കെ, ചെറിയ റോഡാണ്, പക്ഷേ ഇവർ ഇവിടെ കൂടെയൊക്കെ പോവുള്ളൂ. വലിയ റോഡുണ്ടായിരുന്നിട്ട് എന്ത് ചെയ്യാനാണ്? വലിയ ചെക്കോസിൽ കുറേ നേരം കിടക്കേണ്ടി വരുമെന്ന് തോന്നുന്നു. അതങ്ങനെ എന്തുകൊണ്ടാണ് സെറ്റപ്പ്. അപ്പോൾ അതുകൊണ്ടാണെന്ന് തോന്നുന്നത് ഇവരിങ്ങനെ ചെറിയ ചെക്കോസുള്ള ഈ റൂട്ട് പോണത്. അങ്ങനെ എന്തോ സെറ്റപ്പൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ വേണ്ട. ഒരുപാട് സപ്പോർട്ടിന് ഒരുപാട് സന്തോഷം. നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെടില്ല ഡിസ്ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോ കിടന്നിരിക്കും. ബൈ.